അടുത്തത് നമുക്ക് ജയേട്ടാ റെഡി അല്ലേ? റെഡിയാണ്. ജയേട്ടാ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. സാക്സോഫോണിലാണ് നമ്മുടെ ജയേട്ടൻ നമുക്ക് മാവേലി നടുവണിടുംകാലം നമുക്ക് പാട്ട് പാടി തന്നത്. നമ്മുടെ ചേലക്കരയുടെ ഒരു അഭിമാന താരമാണ് നമുക്ക് ജയേട്ടന് ഇനിയും പെർഫോമൻസ് നമുക്ക് വെയിറ്റിംഗ് ആണ്. അതിനു മുന്നേ കിഷോറേട്ടൻ്റെയിലേക്ക് വരുമ്പോൾ സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ടല്ലേ? സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാറുണ്ട്. നമ്മുടെ ടിവിയിൽ പ്രോഗ്രാം ചെയ്തിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് മഴവിൽ മനോരമയില് പാട്ടിലെ താരം എന്ന് പറഞ്ഞ പരിപാടിയായിരുന്നു. അത് വൈഫിനാണ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്റെ പെർഫോമൻസ് കൂടി ചെയ്യാൻ പറഞ്ഞു. എല്ലാവരും നല്ലൊരു അഭിപ്രായമൊക്കെ പറഞ്ഞു. ഒരു 5 സ്റ്റാർ ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അമൃത ടിവിയിൽ കോമഡി മാസ്റ്റേഴ്സ് 5 സ്റ്റാർ ആർട്ടിസ്റ്റ് ആണ്. നമ്മുടെ കിഷോറേട്ടന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കുകൊണ്ട് ഫ്ലൂട്ട് വായിക്കും ആള്. അപ്പൊ നമുക്ക് ആ ഒരു പെർഫോമൻസ് ഒന്ന് കണ്ടാലോ? റെഡി അല്ലേ?
എന്താ ഞാൻ എന്തേലും അഭിപ്രായം പറഞ്ഞാൽ കുറഞ്ഞു പോകുന്നുള്ള പേടിയുണ്ട് ഗ്രേറ്റ് കിഷോറേട്ടാ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇറ്റ്സ് ജസ്റ്റ് ഓസം. അതിൽ തന്നെ എനിക്ക് എന്തേലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇത് നമ്മൾ ചാനലിലൂടെയും കാര്യങ്ങളിലൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ലൈവായിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ്. അതിൽ തന്നെ എനിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. കിടുക്കി കലക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും കുറഞ്ഞു പോകും സത്യം പറഞ്ഞു കഴിഞ്ഞാല്. സത്യം എന്താണെന്നറിയോ, നമ്മുടെ ചേലക്കരയ്ക്ക് തന്നെ വളരെ ഒരു അഭിമാന നിമിഷമല്ലേ ഇങ്ങനെ ഒരു കലാകാരനെ നമുക്ക് ചേലക്കരയ്ക്ക് കിട്ടുക എന്നുള്ളത്. തീർച്ചയായും അത് നമ്മുടെ ചേലക്കരക്കാരൊരു എന്താ പറയാ ഒരു അഹങ്കാരം തന്നെയാണ് നമ്മുടെ. അതെ, അത് പറയേണ്ടതായിട്ടുണ്ട് നമുക്ക്. ഓക്കെ കിഷോർജി, ഓക്കെ, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. വളരെ എന്താ പറയാ ഒറ്റ ശ്വാസം. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ആകെ ഇവിടുന്ന് കടന്ന് ആകെ ഒരു എന്താ വിഷമിച്ചു പോയി. എന്താ സംഭവം എന്നുള്ളത് അത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, വളരെ നന്നായിട്ടുണ്ട്. ഈ ഒരു ഉപകരണത്തെ കുറിച്ച് ഞാൻ ഒന്ന് പറയാം. ഇതിൽ മുഴുവനായിട്ട് പാട്ടുകൾ വായിക്കുന്നത് ഞാൻ എവിടെ കണ്ടിട്ടില്ല. ചുണ്ടുകൊണ്ട് തന്നെ ആ ഉപകരണത്തിന് അതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ പഠിച്ചിട്ടില്ല ശാസ്ത്രീയമായിട്ടൊന്നും. അപ്പം നമ്മുടേതായിട്ടുള്ള ഐഡിയയിലൂടെ ചെയ്യണം. അപ്പം അതിന്റെ കുറവുകളുണ്ട്. വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും സന്തോഷം, വളരെ സന്തോഷം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു നമ്മുടെ ചേലക്കരയ്ക്ക് സ്വകാര്യ അഹങ്കാരമായിട്ട് കുറച്ചധികം കലാകാരന്മാരുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞു വ്യത്യസ്തരായിട്ടുള്ള കുറച്ചധികം കലാകാരന്മാർ നമുക്ക് ചേലക്കരയ്ക്ക് ഉണ്ട്. ഇതാ അതിനൊക്കെ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്ന് തെളിയിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ഇന്ന് അതിഥികളായിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ കിഷോറേട്ടൻ്റെ ഇതിനെല്ലാം സപ്പോർട്ട്, ഈ എല്ലാ പെർഫോമൻസിനും കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് നിൽക്കുന്ന ഒരാളും കൂടിയുണ്ട്. ആളും അത്യാവശ്യം നല്ലൊരു കലാകാരിയാണ്, നാടൻപാട്ട് കലാകാരിയാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. ആളുടെ വൈഫ് മിഥില ചേച്ചി ഫ്ലവേഴ്സിൽ പാട്ടിലെ താരം പരിപാടിയിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നു അല്ലേ? മഴവിൽ മനോരമയില് പാട്ടിലെ താരം പരിപാടിയിലെ കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു നാടൻ പാട്ട് റെഡി അല്ലേ? ഓക്കെ, നമുക്ക് മിഥില ചേച്ചിയുടെ നാടൻ പാട്ടൊന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരു ഓണപ്പാട്ടിൻ്റെ 2 വരി ഞാൻ പാടിയതിന് ശേഷം നാടൻപാട്ട് പാടാം. തുമ്പപ്പൂവേ പൂത്തിരളേ നാളേക്കൊരു വട്ടി പൂത്തരണേ, ആ കില ഈ കില ഇളങ്കൊടി പൂക്കില പിന്നെ ഞാൻ എങ്ങനെ പൂത്തരണ്ടു. തുമ്പപ്പൂവേ പൂത്തിരളേ നാളേക്കൊരു വട്ടി പൂത്തരണേ, ആ കില ഈ കില ഇളങ്കൊടി പൂക്കില പിന്നെ ഞാൻ എങ്ങനെ പൂത്തരണ്ടു. കാക്കപ്പൂവേ പൂത്തിരളേ നാളേക്കൊരു വട്ടി പൂത്തരണേ, ആ കില ഈ കില ഇളങ്കൊടി പൂക്കില പിന്നെ ഞാൻ എങ്ങനെ പൂത്തരണ്ടു. തുമ്പപ്പൂവേ പൂത്തിരളേ നാളേക്കൊരു വട്ടി പൂത്തരണേ, ആ കില ഈ കില ഇളങ്കൊടി പൂക്കില പിന്നെ ഞാൻ എങ്ങനെ പൂത്തരണ്ടു. പൂവായ പൂവെല്ലാം പിള്ളേരറുത്തു, പൂവാങ്കൂരുന്നീല ഞാനും പറിച്ചു. പൂവായ പൂവെല്ലാം പിള്ളേരറുത്തു, പൂവാങ്കൂരുന്നീല ഞാനും പറിച്ചു. പിള്ളേരുടെ പൂവെല്ലാം പൊട്ടിക്കരിഞ്ഞു പോയി, എന്നൂടെ പൂവെല്ലാം മിന്നി തിളങ്ങിപ്പോയി. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ. തുമ്പപ്പൂവേ പൂത്തിരളേ നാളേക്കൊരു വട്ടി പൂത്തരണേ, ആ കില ഈ കില ഇളങ്കൊടി പൂക്കില പിന്നെ ഞാൻ എങ്ങനെ പൂത്തരണ്ടു. മിഥില ചേച്ചി പാട്ട് അതിഗംഭീരായിരുന്നു. അതിന്റെ ഇടയില് ഒരു മ്യൂസിക് ഞാൻ കേട്ടായിരുന്നു. ഒരു കേട്ടിരുന്നോ? കേട്ടിരുന്നല്ലോ. കേട്ടില്ലേ? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? കേട്ടു. ഓക്കെ, അപ്പൊ ആ മ്യൂസിക് നമുക്ക് ഇവിടെ നിന്ന്. അതെ, നമ്മുടെ മിഥില ചേച്ചിയുടെ തമിഴ് നാടൻ പാട്ടാണല്ലേ, ഫോക്ക് സോങ് ആണ്. അപ്പൊ അതിന് നമ്മുടെ ശ്രീകുമാരേട്ടാ മ്യൂസിക് കൊടുക്കാവോ? തീർച്ചയായിട്ടും, ശ്രമിച്ചു നോക്കാം. ഓക്കെ. തന്തിനാന താനിന നാനേ തന്നാനേ താനിനാന താനിന നാനേ, തന്തിനാന താനിന നാനേ തന്നാനേ താനിനാന താനിന നാനേ, തന്തിനാന താനിന നാനേ തന്നാനേ താനിനാന താനിന നാനേ,
തന്നിനാന താനിനാനേ തന്നാനേ താനിനാന താനിനാനേ കോവക്കാര മച്ചനുമില്ലേ എമ്മച്ച കുടുംബ ചെയ്യും അച്ഛനുമില്ലേ കോവക്കാര മച്ചനുമില്ലേ എമ്മച്ച കുടുംബ ചെയ്യും അച്ഛനുമില്ലേ താങ്കിടുവ എങ്കിടുവ താങ്കിടുവ എങ്കിടുവ ചെല്ലമെന്ന് കൂപ്പിടുവ തന്നിനാന താനിനാനേ തന്നാനേ താനിനാന താനിനാനേ തന്നിനാന താനിനാനേ തന്നാനേ താനിനാന താനിനാനേ தண்ணி போட்டு வந்ததும் இல்லை எங்கிட்ட தாறுமாற நடந்ததும் இல்லை தண்ணி போட்டு வந்ததும் இல்லை எங்கிட்ட தாறுமாற நடந்ததும் இல்லை தாங்கிடுவா எங்கிடுவா தாங்கிடுவா எங்கிடுவா செல்லம் என்ன கூப்பிடுவா தந்தினான தானினானே தன்னானே தானினான தானினானே தந்தினான தானினானே தன்னானே தானினான தானினானே தந்தினான தானினானே தன்னானே தானினான தானினானே തന്നിനാന താനിനാനേ തന്നാനേ താനിനാന താനിനാനേ. മിഥില ചേച്ചി ഈ പാട്ട് സൂപ്പറായിരുന്നു. നാടൻ പാട്ടും അടിപൊളിയായിരുന്നു, അതുപോലെ ഓണപ്പാട്ടും നന്നായിരുന്നു. അതിന്റെ കൂടെ നമ്മുടെ ശ്രീകുമാരേട്ടന്റെ ഓർക്കസ്ട്രയും കൂടെ ആയപ്പോ അടിപൊളിയായി, ഒന്നും പറയാനില്ല, കളറായി. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നമ്മുടെ കലാകാരന്മാരായിട്ടുള്ള ഒരു സഹോദരനും സഹോദരിയുണ്ട്. മോള് റെഡി അല്ലേ? ദർശന അല്ലേ? ദർശന എന്നല്ലേ പേര്? അപ്പൊ നമുക്ക് വേണ്ടി ഏത് പാട്ടാ പാടുന്നത്? ചീരപ്പൂവുകൾക്ക് വേണ്ടിട്ട് ആ ഒരു പാട്ടാ പാടുന്നത്. റെഡി അല്ലേ? ചീരപ്പൂവുകൾക്കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ ചീരപ്പൂവുകൾക്കുമ്മ
എന്ത് രസമായിട്ടല്ലേ മോള് പാടിയത്. താങ്ക് യു. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ലോണം പാടിയിട്ടുണ്ടായിരുന്നു. മോൾക്ക് ഇനിയും വലിയ വലിയ സ്റ്റേജുകളൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പൊ ഇനി അടുത്തത് നമ്മുടെ ഋത്തിത മോള്, നമ്മുടെ കിഷോറേട്ടന്റെയും മിഥില ചേച്ചിയുടെയും മോളാണ്. കുടുംബത്തോടെ കലാകാരന്മാരാണ്. മോള് പാട്ട് പാടല്ലേ? റെഡിയല്ലേ? ഓക്കേ. പറ 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 പറക്കണ പൂവേ 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 കളറാവട്ടെ, ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 കവറാവട്ടെ, മുല്ലേ 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 പൊടിമേറെ മലമരത്തണ മെല്ലെ 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 മലയാളക്കരയിളക്കണ നില്ലേ 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 മിളമാന ഇല നിരത്ത് ഒരുങ്ങി വാ മെരുങ്ങി വാ, ഏത് മൂട്ട് അത്തമ്മൂട്ട് ഏത് പൂക്കള മൂട്ട് ഏത് മൂട്ട് നിണ്ട് മൂട്ട് ഏത് സാരി മൂട്ട് ഏത് മൂട്ട് പൂക്കള മൂട്ട് ഏത് മൂട്ട് മൂട്ട് ഏത് മൂട്ട് മൂട്ട് ഏത് മൂട്ട് പപ്പടം ഏത് മൂട്ട് ഓണമൂട്ട്. ഋത്തുമോളെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഓണം മൂടുന്ന നേരെ ഒരു ലളിതഗാനായാലോ? ശ്രാവൺ റെഡി അല്ലേ? പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാനിന്നു. പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാനിന്നു. പുഴയിലൊരാകാശം കണ്ടു, മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു, തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു, തിരുവോണത്തോണികൾ കണ്ടു. പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാനിന്നു. ചിരിക്കുന്നൊരരിപ്പൂക്കളെ ചൊല്ലൂ താരകൾ നിങ്ങളല്ലേ, ചിലമ്പുന്നൊരരിപ്രാക്കളെ തിങ്കൾ ചില്ലയിൽ നിങ്ങളില്ലേ, ചില്ലുനിലാവും മണിമുല്ലയും എൻ കടക്കണ്ണു മുന്നല്ലേ. പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാനിന്നു.
കണ്ടു മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു തിരുവോണത്തോണികൾ കണ്ടു പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. നന്നായിരുന്നു ശ്രാവൺ, നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനിയും ശ്രാവണിലേക്ക് വരാം. അതിനു മുന്നേ നമുക്കിനി 2 താരങ്ങളും കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് സുപരിചിതമാണ് ഇവര്, സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ റൈറ്റ് വിഷനിലെ സകലകലാ പ്രോഗ്രാമിലൂടെ ജനങ്ങൾക്ക് പരിചയമുള്ള 2 മുഖങ്ങളാണ് നിരഞ്ജന ആൻഡ് നികിത. അപ്പൊ നിരഞ്ജന ഏത് പാട്ടാ പാടുന്നത്? ഞാൻ രാജഹംസമേ എന്ന് രാജഹംസമേ. ഓക്കെ, റെഡി അല്ലേ? റെഡി. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാദരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ ഓ രാജഹംസമേ. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ തോഴൻ. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ എന്റെ ആത്മരാഗം കേട്ടു നിന്നു വരുമെന്നൊരു കുറിമാനം തന്നു നാഥൻ വരുമോ പറയാ രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ. നിരഞ്ജന, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മളെ പാട്ടിൽ അങ്ങനെ ലയിച്ചിരുന്നു പോയി. ഇനിയും നമ്മള് നിരഞ്ജനയിലേക്ക് വരാം. സ്വാതി, ഓ, ഒരു കാര്യം മറന്നുപോയി. നമ്മൾ നിരഞ്ജന നമ്മുടെ അടുത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്തായിരുന്നു? നിരഞ്ജന ഓർമ്മയുണ്ട് എന്താന്നുള്ളത്? ഓർമ്മയുണ്ട്. എന്താണ്? എൻ്റെ PG ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ റിസൾട്ട് വന്നിട്ട് കുറച്ച് ദിവസമായി. ഇന്നലെയാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. എനിക്ക് 9th റാങ്ക് ഉണ്ട് PGയിൽ. അതിലെല്ലാവരും കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. കൺഗ്രാചുലേഷൻ. അപ്പൊ ഓണത്തിന് ഇരട്ടി മധുരം കൂടെ ആയി അല്ലേ? അതെ, ഈ ഓണത്തിന് നല്ലൊരു സമ്മാനമാണ് എനിക്ക് കിട്ടിയത്. ഭയങ്കര സന്തോഷമുണ്ട്. തീർച്ചയായും. അപ്പൊ നിരഞ്ജനനെ നമുക്ക് നമ്മുടെ അതിഥിയായി കിട്ടിയതില് തീർച്ചയായിട്ടും നമുക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ നികിത ഏത് പാട്ടാ പാടുന്നേ? ഞാൻ മോഹം കൊണ്ട് ഞാൻ. ഓക്കെ, റെഡി അല്ലേ? റെഡി. മോഹം കൊണ്ടു ഞാൻ ദൂരെയേതോ ഇണം പുത്തനാൾ മധു തേടിപ്പോയി. മോഹം കൊണ്ടു ഞാൻ ദൂരെയേതോ ഇണം പുത്തനാൾ മധു തേടിപ്പോയി.
നികിത ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല അസലായിട്ട് പാടി. ഇപ്പൊ ഈ രണ്ടുപേരിൽ ആരാ നന്നായിട്ട് പാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റൂല, നിങ്ങക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഇനി ഓണസല്ലാപത്തില് ഇനിയൊരു ചെറിയ ഇടവേള.